നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നിലവിൽ കെ.വി. തോമസിനെ ക്യാബിനറ്റ് പദവികളോടെയാണ് സംസ്ഥാന സർക്കാർ ദില്ലിയിൽ നിയമിച്ചത്. പാഴ്ചെലവെന്നും ജനങ്ങളുടെ പണം ദൂർത്തടിക്കുകയാണെന്നും വ്യക്തമാക്കി CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പഴയ കോൺഗ്രസുകാരനായ തോമസിന് മാസം 10-30 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ഇതൊക്കെ അദ്ദേഹം കൊണ്ടുപോയി പുഴുങ്ങി തിന്നുകയാണോ എന്നാണ് G. സുധാകരൻ ചോദിച്ചത്. അയാൾ ഫ്ലൈറ്റിൽ പോയി വരുന്നതിന് ചെലവുണ്ടാകും. മാസം 10 തവണ ഡൽഹിയിൽ പോയി വരുന്നതിന് എത്ര ചെലവ് വരും? അതോ ദിവസവും പോയി വരുന്നുണ്ടോ? ഡൽഹിയിൽ ഇരിക്കുന്ന കെ.വി. തോമസിന് 12 ലക്ഷം രൂപ യാത്രാ ചെലവ്, 2.5-3.5 ലക്ഷം രൂപ ശമ്പളം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA-യുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളവും. ഒരു മാസം എത്ര ലക്ഷം രൂപ കെ.വി. തോമസിന് കിട്ടും? ഇതൊക്കെ പുഴുങ്ങി തിന്നുന്നു. എന്തിനാണ് ഇത്രയും പൈസ? 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ? അതായത് ഒരു പണിയെടുക്കാതെ കെ.വി. തോമസ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് AC റൂമിൽ ഇരുന്നു കൊണ്ട് 10-20-30 ലക്ഷം രൂപ വെറുതെ ഇരുന്ന് വാങ്ങിക്കുകയാണ്. അതാണ് കോൺഗ്രസ്സുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. തേച്ച് പിന്നിക്ക കതർ കുപ്പായും ഇട്ടുകൊണ്ട് ഖദറിന് വരെ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഈ കോൺഗ്രസ്സുകാർ ഒരു പണിയെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പൈസകൾ മാത്രം വാങ്ങിച്ചു കിട്ടും. അയാളാണെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരനാണ്. DCC പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ എന്ന് സുധാകരൻ പറയുകയാണ്. അതുപോട്ടെ, നമ്മുടെ ഭാഗത്ത് വന്നു, നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ചു. എനിക്ക് 35,000 രൂപ പെൻഷൻ മാത്രമാണുള്ളത്. ഇതിൽ നിന്നാണ് ഞാൻ 9,000 രൂപ പാർട്ടിക്ക് ലെവി കൊടുക്കുന്നത്. അതും ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്റെ പാർട്ടി പ്രവർത്തനമാണെന്ന് G. സുധാകരൻ തുറന്നടിച്ചു. അതേസമയം ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ കൈവശമുള്ള കണക്ക് പോലും കൃത്യമായി ബോധിപ്പിക്കാത്ത കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് പൂർണ്ണ പരാജയമാണെന്ന് NK പ്രേമചന്ദ്രൻ MP-യും പറഞ്ഞു. അതായത് 2 ദിവസത്തിന് മുമ്പേ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ചെന്നിട്ട് നിർമ്മലാ സീതാരാമൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും കെ.വി. തോമസ് അവിടെ ഇരുന്നുകൊണ്ട് ബബ അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് ജനങ്ങൾ തന്നെ തലയിൽ കൈവച്ചത്. എന്തിനാണ് ഈ കെ.വി. തോമസിനൊക്കെ 10-20-30 ലക്ഷം രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും കൊടുത്ത് അവിടെ വെറുതെ ഇരുത്തിക്കുന്നത്? കാരണം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ കേരള ഹൗസിൽ തന്നെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ, സർക്കാരിന്റെ കാര്യങ്ങൾ കേന്ദ്രവുമായിട്ട് ഏകോപനം നടത്തുന്നതിന് വേണ്ടി ഉണ്ട്. പിന്നെ കെ.വി. തോമസിനെ എന്തിനാണ് അവിടെ ഇരുത്തുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലും അടക്കം ജനങ്ങൾ ഒരുപാട് കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാരുടെ കുടിശ്ശിക സംബന്ധിച്ച് കണക്ക് പോലും നൽകാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഡൽഹിയിലെ ഔദ്യോഗിക ചുമതല വഹിക്കുന്നതെന്ന് പ്രേമചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി കെ.വി. തോമസിനെ നിയമനം പാഴ്ചെലവാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ നടപടി കേരളത്തിന് തന്നെ നാണക്കേടാണ്. തോമസിന് വേണ്ടി ആവശ്യമില്ലാത്ത തസ്തികയാണ് ഡൽഹിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കൂറുമാറ്റത്തിനും കാലുമാറ്റത്തിനും നൽകിയ പ്രത്യുപകാരമാണ് നിയമനം. ഇതുവരെ അദ്ദേഹം കേരളത്തിലെ MP-മാരുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കെ.വി. തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടത്. ചർച്ചയിൽ നിർമ്മലാ സീതാരാമൻ വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടതോടെയാണ് കെ.വി. തോമസിന് കൈമലർത്തേണ്ടി വന്നത്. സർക്കാരിന്റെ നോട്ട് കിട്ടിയാൽ അത് മന്ത്രിക്ക് നൽകുമെന്നും ഇപ്പോൾ തന്റെ കയ്യിൽ കണക്കൊന്നും ഇല്ല എന്ന് കെ.വി. തോമസ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതി ആയതിനാൽ അതിലെന്താണ് പ്രശ്നമെന്ന് പരിശോധിക്കാമെന്നും മന്ത്രി അറിയിച്ചെന്നും ആശാവർക്കർമാരുടെ പ്രശ്നം മാത്രം അറിയിക്കാനല്ല മന്ത്രിയെ കണ്ടതെന്നും കെ.വി. തോമസ് പറഞ്ഞു. ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറി. ആശാവർക്കർമാരുടെ സമരം മാത്രമല്ല സംസ്ഥാനത്തെ പ്രശ്നമെന്നാണ് കെ.വി. തോമസ് പ്രതികരിച്ചത്. തുടർന്ന് മറുപടി പൂർത്തിയാക്കാതെ അദ്ദേഹം മടങ്ങി. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ചിന്ത അഥവാ ഒരു വിചാരമുണ്ട്. അതായത് കേന്ദ്രത്തിൽ ചെന്നുകൊണ്ട് നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ BJP-യുടെ ദേശീയ അധ്യക്ഷനോടോ അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോടോ ചെന്നിട്ട് ഒരു 50,000 കോടി രൂപ അല്ലെങ്കിൽ ഒരു 25 കോടി രൂപ അല്ലെങ്കിൽ ഒരു 30 കോടി രൂപ ഇങ്ങോട്ടൊന്ന് അയച്ചു തരുമോ, അല്ലെങ്കിൽ ഒന്ന് അക്കൗണ്ടിലേക്ക്, സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് ഇട്ട് തരുമോ, അല്ലെങ്കിൽ കേരള ധനവകുപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് ഇട്ട് തരുമോ എന്ന് പറയുമ്പോൾ ഉടനെ പൈസ അയച്ചു കൊടുക്കാനായിട്ട് അവിടെ പൈസ കഴിക്കുന്ന മരങ്ങളൊന്നുമില്ല. കണക്കെല്ലാം കൃത്യമാണ്. കാരണം അവിടെ CAG ഓഡിറ്റിങ്ങും ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ പൈസ ചോദിക്കുമ്പോഴത്തേക്ക് 10-20 രൂപ അല്ലെങ്കിൽ 1-2 രൂപയുടെ തൊട്ട് കോയിൻ എടുത്ത് കൊടുക്കുകയല്ല. കോടിക്കണക്കിന് രൂപ ചോദിക്കുമ്പോൾ ആ പൈസയ്ക്കെല്ലാം തന്നെ ഒരു കണക്ക് വേണം. അതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്.
കേന്ദ്രം കോടിക്കണക്കിന് രൂപ ഫണ്ട് സർക്കാരിന് കൊടുക്കും, ഇന്ന പദ്ധതിക്ക് വേണ്ടി കൊടുക്കും. എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആ പദ്ധതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നതിൻ്റെ റിപ്പോർട്ട് ഒന്ന് തയ്യാറാക്കാൻ പറയുമ്പോൾ കൈമലർത്തുന്നു. അടുത്തത് ധനമന്ത്രി ബാലഗോപാലൻ, ഉടനെ പിണറായി വിജയൻ, വീണ ജോർജ് ഉൾപ്പെടെയുള്ളവരൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് സർക്കാർ എന്നെ ഞെക്കിക്കൊല്ലുന്നേ, കേന്ദ്ര സർക്കാർ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നേ, കേന്ദ്ര സർക്കാർ കേരളത്തെ പുച്ഛിച്ചു തള്ളുന്നേ, കേന്ദ്ര സർക്കാർ കേരളത്തെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നടക്കം ഇങ്ങനെ പത്രക്കാരോട് പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അവരും വിഡ്ഢികളല്ല എന്നൊരു കാര്യം സംസ്ഥാന സർക്കാർ ഓർത്താൽ നല്ലത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.